വലിയ ദിവസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തിക്കാൻ ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം എന്റെ 4-ാമത്തെ വാക്യം. ഞാൻ മിസ്രയീമിലൂടെ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, നിങ്ങള് കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ എന്നുള്ളതാണ്. പ്രൈസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. 430 വർഷം മിസ്രൈമി അടിമത്തത്തിൽ കിടന്ന് ഫറവോന്റെ സൈന്യാധിപന്മാരുടെയും പീഡകളേറ്റ് ഉപദ്രവങ്ങളേറ്റ് കൂടെയുള്ളവർ അവിടെ മരിച്ചു വീഴുന്ന കാഴ്ച കണ്ട് രാവും പകലും വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്ത അടിമകളെ പോലെ മിസ്രൈമ ഇരുമ്പുലി എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് കഷ്ടപ്പെട്ട ജനത്തിന്റെ കണ്ണുനീര് നിലവിളി ഹോവയായ ദൈവം കണ്ടപ്പോഴ് പ്രൈസറോ ദൈവം മോശയും അല്ലെങ്കിൽ അഹരോനെയും മിസ്രൈമിലേക്ക് അയച്ചു. മിസ്രൈമിൽ ഇസ്രായേലിനെ വിടുവിക്കുവാൻ വേണ്ടി. അങ്ങനെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച് കൊണ്ടുവന്ന ചരിത്രമാണ് പറയുന്നത്. നിങ്ങളെ കഴുകന്റെ ചിറകിന്മേൽ വഹിച്ച് കഴുകൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പോലെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. അല്ലേ? ഈ ഭാഗം നമ്മൾ വായിച്ചു. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇസ്രായേൽ സീനായി മരുഭൂമിയിലെത്തിയപ്പോൾ മോശ അവരോട് പറഞ്ഞ ഭാഗങ്ങളാണ്. ന്യായപ്രമാണ യുഗം അല്ലെങ്കിൽ വാഗ്ദത്ത യുഗമായ തുടർന്ന് 5-ാമത്തെ ന്യായപ്രമാണ യുഗം ഇവിടെ ആരംഭിക്കുക. പുറപ്പാട് പുസ്തകം 19-3 തൊട്ട് അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 1-26 വരെ ഈ ന്യായപ്രമാണ യുഗത്തെ കുറിച്ച് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം നൽകുന്നത് മുതൽ പെന്തക്കോസ് നാൾ വരെ ആ യുഗം നീണ്ടു നിൽക്കുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വാഗ്ദത്ത യുഗത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ ഗോത്രപിതാക്കന്മാരും മറ്റനേക പിതാക്കന്മാരും മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെ അല്ലെങ്കിൽ പ്രകടമാക്കുന്ന വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും പരിശോധനകളിൽ പലപ്പോഴും പരാജയം നേരിടേണ്ടി വന്നു. അല്ലേ? സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 തൊട്ട് 4 വരെ വാക്യങ്ങളും 26-ന്റെ അല്ലെങ്കിൽ 6 തൊട്ട് വാക്യങ്ങളൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ ദൈവം മോശയെ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനായി നിയോഗിക്കുകയും ആ വിടുതലിന്റെ ഓർമ്മയ്ക്കായി പെസഹ ആചരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത നിയമവ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുറപ്പാട് പുസ്തകം, അല്ലെങ്കിൽ നാം വായിച്ച ദൈവത്തിന്റെ വചനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിയമത്തിന്റെ വ്യവസ്ഥകളാണ്. അല്ലേ? എന്താണ് നിയമത്തിന്റെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ വന്ന് മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ വെച്ച് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, അല്ലേ, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ദൈവം കൊടുത്ത വ്യവസ്ഥയാണ് ഇപ്പൊ മോശയ്ക്ക്. അല്ലേ? ഞാൻ മിസ്രയീമിലൂടെ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. അതായത് മിസ്രയീമിൽ കിടന്ന ഇസ്രായേലിനെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ആ ദൈവിക പ്രവൃത്തിയെ പുതിയ നിയമസഭ അറിയാതിരിക്കരുത്. പുതിയ നിയമ വിശ്വാസികൾ കണ്ടില്ല എന്ന് നടിക്കരുത്. പാപത്തിന്റെ ആഴത്തിൽ വീണ് കിടന്ന ഉപദ്രവത്തിന്റെ പീഡയിൽ വീണ് കിടന്നിരുന്ന ഇസ്രായേൽ നിലവിളിച്ചപ്പോൾ അവരെ മടക്കിക്കൊണ്ടുവന്ന് 40 വർഷം മരുഭൂമിയിൽ ഒന്നിനും കുറവില്ലാതെ 40 വർഷം മന്ന കൊടുത്ത്, കാടപ്പക്ഷികളെ കൊടുത്ത്, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് അവരെ പോറ്റിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലും നമ്മോട് പറയുന്നത്, നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, നിന്റെ ദുഃഖത്തിന്റെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ വഹിക്കുവാൻ ശക്തനാണെന്ന് യേശു കർത്താവ് ഇന്ന് പകൽ ചിലരോടൊക്കെ ദൂത് പറയുകയാണ്. അതേ സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധി വേളകളിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും.
കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന സന്ദർഭങ്ങളിൽ കാരാഗ്രഹത്തിനകത്ത് ഉപദ്രവങ്ങളും പീഡകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ നടുവിലും പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഫിലിപ്പി ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അത് നീ തകർന്നു പോകണ്ട, തളർന്നു പോകണ്ട. നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നിന്നെ വിടിവിച്ചു കൊണ്ടുവരുവാൻ യഹോവയായ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽ നീ അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. രക്തം ചെയ്യും. പ്രൈസലോ. നിന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, നിന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല. അവൻ നിന്നെ വലം കൈ പിടിച്ച് നടത്തുന്ന ദൈവമാണ്. രക്തം ചെയ്യും. ഇന്ന് പകൽ ജീവിതത്തിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയെന്ന് ജീവിതത്തിൽ ഓർത്ത് നിരാശപ്പെട്ട് സങ്കടത്തിന്റെ നടുവിലൂടെ അല്ലേ കടന്നു പോകുന്ന ശ്രോതാവേ, ദൈവാത്മാവ് പറയുകയാണ്, നീ ഏകയല്ല, നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല, നീ അനാഥനല്ല. നിന്റെ വലം കൈ പിടിച്ച് നടത്തുവാൻ യേശുകൊണ്ട്. പ്രൈസലോ. വിശ്വസിക്കുന്നില്ല, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അല്ലേ. അപ്പൊ ഇസ്രായേലിനോടുള്ള നിയമം നിവർത്തിക്കുന്നതിന് വേണ്ട വ്യവസ്ഥകൾ അബ്രഹാമിന് നൽകിയ വാഗ്ദത്തത്തിൽ നിയമത്തിലുള്ളവ തന്നെയാണ്. അനുസരണവും വിശ്വാസവും ദൈവത്തോടുകൂടെ നടക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്ന വിശ്വാസ മാർഗം അല്ലേ സംബന്ധിച്ചുള്ള തന്റെ ഒന്നാമത്തെ വെളിപ്പാടിന് മാറ്റം വരത്തക്ക വണ്ണമുള്ളതല്ല, എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണമെന്ന്. അല്ലേലുയ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിൻ ചെങ്കടൽ കരയിൽ വെച്ച് പലപ്പോഴും അല്ലേലുയ ദൈവത്തിന് വിരോധമായി, മോശയ്ക്ക് വിരോധമായി പിറുവിടുത്തു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ കണ്ട അത്ഭുതങ്ങളുടെ മിസ്രൈമിൽ പുറപ്പെട്ടവെന്ന ജനം ചെങ്കടലിൽ നിന്ന് മറുകര കടന്നെങ്കിലും മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് പിറുവിടുത്തു. ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 5-ാം 21 തൊട്ട് വാക്യങ്ങൾ വായിക്കും കാണുന്നുണ്ട്. ഹാനോക്ക് അല്ലെങ്കിൽ 65 വയസ്സായപ്പോൾ മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷം പുത്രിമാരെ ജനിപ്പിച്ച് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്ന് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടെന്ന് കണ്ടോ. 65-ാമത്തെ വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിക്കുക മാത്രമല്ല, വീണ്ടും പുത്രിമാരെ ജനിപ്പിച്ച് കുടുംബ ജീവിതം സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യതയോടെ ദൈവവചന അടിസ്ഥാനത്തിൽ അന്ന് പ്രമാണം എഴുതപ്പെട്ട് വാമൊഴിയ. എന്നിട്ടും ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് മരണം കാണാതെ എടുക്കപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, തിരുവചനം നിങ്ങളുടെ കരങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. ലോകത്തിന്റെ മാലിന്യങ്ങളിലേക്ക് വീണു പോകാതെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണമെന്ന് ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നത്. സാജനം പിറുപിറുത്തതുപോലെ നീ പിറുപിറുക്കുവാൻ ഇടയാകരുത്. അവർക്ക് മരുഭൂമി 40 വർഷം മഞ്ഞ കൊടുത്തു, കടപ്പെട്ടിയെ കൊടുത്തു, വെള്ളം കൊടുത്തു. അല്ലേലൂയ. അവരാർക്കും യാതൊരു ക്ഷീണവും വരാതെ അവരെ താങ്ങി നടത്തിയ ദൈവത്തെ അവർ മറന്നുപോയി പലപ്പോഴും പിറുപിറുക്കുക. ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുന്ന. ദൈവം എത്രമാത്രം നന്മകൾ ചെയ്താലും എത്രമാത്രം ഉപകാരങ്ങൾ ചെയ്താലും ദൈവത്തോട് പിറുപിറുക്കുന്ന ഒരു കൂട്ടമാണ് ഇന്നും ദൈവസഭയ്ക്കകത്തുള്ളത്. രക്തം ചെയ്യും. പ്രൈസലോ. നമ്മൾ കർത്താവിനെ ആഴമായിട്ട് സ്നേഹിക്കുക. കർത്താവ് നമ്മളെ ആഴമായിട്ട് സ്നേഹിക്കുക. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കർത്താവിനെ ഹൃദയത്തിന്റെ ആഴത്തിൽ സ്നേഹിക്കണം. അല്ലേ. അപ്പോൾ നമ്മൾ വായിച്ച വചനം എന്താണ്? ഞാൻ മിസ്രൈമിനോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകന്മേൽ വാഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും. പ്രൈസലോ. എന്ന് പറഞ്ഞ പക്ഷികളുടെ രാജ്ഞിയാണ് ഈ കഴുകൻ എന്ന് പറയുന്നത്. പക്ഷികളുടെ രാജ്ഞിയാണ് കഴുകൻ എന്ന് പറയുന്നത്. അല്ലേ. പക്ഷികളെ രാജ്ഞി എന്ന് വിളിക്കുന്ന കഴുകിനെയാണ് സ്തോത്രം. അല്ലെങ്കിൽ അതൊരു ഗംഭീരമായ രാജകീയ പക്ഷിയാണ്. കഴുക ഒരു ഗംഭീരമായ രാജകീയ പക്ഷിയാണ്. അല്ലേറിയ. ചെറിയ കുരുവികളെ പോലെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇത് വന്നിരിക്കത്തില്ല. ഈ കഴുക ചെറിയ കുരുവികളെ പോലെ, ചെറിയ ചെറിയ മറ്റു പക്ഷികളെ പോലെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇത് വന്നിരിക്കത്തില്ല. അതും അല്ലെ സ്വതം മരങ്ങളിലും പൊത്തുകളിലും തന്റെ കൂട് കെട്ടത്തുമില്ല. കഴുക മരങ്ങളിലും പൊത്തുകളിലും തന്റെ കൂടെ ഉണ്ടാക്കത്തുമില്ല. മനുഷ്യനാണ് ഞെരുങ്ങുവാൻ പറ്റാത്ത വലിയ മലയുടെ ഉച്ചിയിലുള്ള മരത്തിന്റെ ശിഖരങ്ങളിലാണ് കഴുക് കൂട് കൂട്ടുന്നത്. കാരണം മനുഷ്യനാൽ ഒരിക്കലും ഞെരുക്കമുണ്ടാകാതെ, മനുഷ്യനാൽ പീഡയുണ്ടാകാതെ, മനുഷ്യനാൽ ഉപദ്രവം ഉണ്ടാകാതെ വലിയ മലയുടെ ഉച്ചിയിൽ നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങളിലാണ് കഴുക് കൂട് കൂട്ടുന്നത്. കഴുകിന്റെ ചിന്ത എപ്പോഴും ഉയരങ്ങളിലാണ്. എന്നിട്ടാണ് അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ച് സംരക്ഷിച്ച് കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്മേൽ വഹിച്ച് പറക്കുവാൻ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി,
നീ ഭൂമിയിലുള്ളതിനല്ല ചിന്തിക്കേണ്ടത്, ഉയരങ്ങളിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ഹല്ലേലൂയ. ഉയരങ്ങൾ, കഴുകൻ ഉയരങ്ങളിൽ പറക്കുന്നത് പോലെ നീ ഉയരങ്ങളിലേക്ക് പറക്കണം. ഹല്ലേലൂയ. ഉയരങ്ങളിലുള്ളതായിരിക്കണം നിന്റെ ചിന്തകൾ മുഴുവൻ. ആമേൻ. ഭൂമിയിലെ താൽക്കാലികമായ സുഖലോലുപ ജീവിതത്തിന് വേണ്ടി, ഭൂമിയിലെ താൽക്കാലികമായ ചിന്തകൾക്ക് വേണ്ടി, ഇവിടുത്തെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളഞ്ഞ് ക്രിസ്തുവിനെ മറന്നു പോകരുത്. 2024 വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നുകൂടെ ഈ വർഷം കൂടെ കൂട്ടിപ്പോ 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ കേട്ടതല്ലേ, വായിച്ചതല്ലേ, അറിഞ്ഞതല്ലേ? അവൻ അവസാന തുള്ളി രക്തം വരെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നു. അവന്റെ ശരീരം തകർക്കപ്പെട്ടു. ഇസ്രായേലും മിസ്രൈമില് പാപത്തിന്റെ അടിമയായിരുന്നെങ്കിൽ, ഫറവോന്റെ അടിമയായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, പുതിയ നിയമസഭയുടെ പാപത്തിന്റെ അടിമത്തത്തിൽ കടന്നപ്പോൾ അതിൽ നമ്മെ വിടുവിക്കുവാൻ യഹോവയായ ദൈവം, അഥവാ പിതാവായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകി. രക്തം ചെയ്യും. അപ്പം കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിച്ചു പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ഇസ്രായേലത്തെ മിസ്രൈമിൽ നിന്ന് വഹിച്ചു കൊണ്ടുവന്ന ദൈവം പുതിയ നിയമസഭയുള്ള ബന്ധത്തിലും നമ്മെ തന്റെ മുള്ളങ്കരങ്ങളിൽ ദൈവം വഹിച്ചു നടത്തുകയാണ്. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തോട് സ്നേഹം വേണം, യേശുവിനോട് സ്നേഹം വേണം. ഈ ലോകത്തിൽ മറ്റാരോടും ഇല്ലാത്തൊരു സ്നേഹം നിനക്ക് യേശുവിനോടുണ്ടാകണം. നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ ബന്ധുക്കളെക്കാൾ, നിന്റെ സ്വന്തക്കാരെക്കാൾ, നിന്റെ സ്ഥാനമാനങ്ങളെക്കാൾ, നിന്റെ നന്മയെക്കാൾ, നിന്റെ പാരമ്പര്യത്തെക്കാൾ, നിന്റെ ഉയർച്ചകളെക്കാൾ, നിന്റെ പദവികളെക്കാൾ, നിന്റെ വിദ്യാഭ്യാസത്തെക്കാൾ, നിനക്ക് തന്നിരിക്കുന്ന ജ്ഞാനത്തെക്കാൾ വലിയ സ്നേഹം നിനക്ക് യേശുവിനോടുണ്ടായിരിക്കണം. രക്തം ചെയ്യും. അപ്പൊ നമുക്കുള്ളതിൽ ഏറ്റവും കൂടിയ സ്നേഹം ആർക്ക് കൊടുക്കണം? യേശുവിന് കൊടുക്കണം. കാരണം നിന്റെ ജീവന് വേണ്ടിയിട്ട് പാപത്തിന്റെ അധീനതയിൽ കിടന്ന, പാപത്തിന് ദാസനായി കിടന്ന, പാപത്തിന് ദാസിയായി കിടന്ന നിന്നെ അതിന് വിടുവിച്ച് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിനക്ക് തരാൻ, ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ വേണ്ടി നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ യേശുവാ. രക്തം ചെയ്യും. പ്രൈസലോ. അതുകൊണ്ട് നീ യേശുവിനെ സ്നേഹിക്കണം. കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്ന മാതാവി, സങ്കടപ്പെട്ട് നീ ഇരിക്കുകയാണോ? ഹല്ലേലൂയ. സമാധാനമില്ലാതെ ശാപത്തിന്റെ കെട്ടിനകത്ത് വീണ് നീ നരക യാതന അനുഭവിക്കുകയാണോ? ഇന്ന് പകൽ പുറത്തു വരുവാൻ കഴിയാതെ നീ കണ്ണുനീർ തൂക്കുന്ന അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നെ ആ ഞെരുക്കത്തെ വിടിവിക്കുവാൻ പുറത്തു കൊണ്ടുവരാൻ യേശു ശക്തനാണ്. നിന്റെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തണം. നിന്റെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ആകട്ടെ. കഴുകൻ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് പോലെ ഉയരങ്ങളിലേക്ക് പറക്കുവാനൊരു ആഗ്രഹം നിന്റെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. നിനക്ക് കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി നീ പല സ്ഥലങ്ങൾ ഓടി ചാടി നടന്നില്ലേ? പല സ്ഥലങ്ങളിൽ നീ കയറിയിറങ്ങി നടന്നില്ലേ? പല സ്ഥലങ്ങളിൽ നീ ചുറ്റി സഞ്ചരിച്ചില്ലേ? പലരുടെ അരികിലും നിന്റെ സങ്കടങ്ങൾ നീ പറഞ്ഞില്ലേ? എന്ത് പ്രയോജനമുണ്ടായി? അതെ, നീ പോയ സ്ഥാനമെല്ലാം പരാജയപ്പെട്ട് നീ വീണ്ടും നിന്ദിതനായി, ദുഃഖിതനായി, മരണം മാത്രമേ ഉള്ളൂ, ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മനസ്സ് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയും ദൂത്, നീ മരിക്കുവാനുള്ളവനല്ല, നീ മരിക്കുവാനുള്ളവളല്ല. നിന്റെ ജീവൻ നീ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നിന്നെ നിന്ദിച്ചവരുടെ, നിന്നെ അപമാനിച്ചവരുടെ, പരിഹസിച്ചവരുടെ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതെ, ഉയരങ്ങളിലേക്ക് പറക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യാം. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ചില കുടുംബങ്ങൾക്കകത്ത് കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, പാപത്തിന്റെ ശാപത്തിന്റെ അനുഭവങ്ങൾ, ആഭിചാര മന്ത്രവാദ കൂടോത്ര ശുദ്ധ ശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ ഒന്നടങ്കം നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലിയ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, അതെ, അത്ഭുതം നിന്റെ കണ്ണാലേക്ക് നടക്കാൻ പോവുക, അത്ഭുതം നിന്റെ കാതുകളിൽ കേൾക്കാൻ പോവുക, അത്ഭുതം നിന്റെ ഭവനത്തിൽ നടക്കാൻ പോവുകയാണ്. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ നാം എന്ത് ചെയ്യണം? സ്വതം നാം ദൈവത്തോട് കൂടെ ഇരിക്കണം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായും ഉന്നതങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായി നമുക്ക് കാണുവാൻ സാധിക്കും. ലേരിയ.
അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി, ഉന്നതങ്ങളിൽ ഉയരങ്ങളിൽ ഇരിക്കുന്നവനായി. അതെ, നമ്മുടെ ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണ്. ലേരിയ നമ്മുടെ ദൈവമാണ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതിനെക്കുറിച്ച് പ്രവാചകൻ മുന്നവിയിൽ നമ്മോട് ഓർപ്പിച്ചുണർത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അനുതപിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ നമ്മോട് പറയുന്ന ഒരു ദൂതാണ്. യെശയ്യാ 57:15, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ്? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ച്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുകയും ചെയ്യുന്ന ദൈവം. അതെ, നിന്റെ തകർച്ചയിൽ നിന്നോട് കൂടെ വസിക്കുന്ന ദൈവം, നിന്റെ വീഴ്ചയിനോട് കൂടെ ഇരിക്കുന്ന ദൈവം, നിന്നെ വലം കൈ പിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായിരിക്കുന്ന ദൈവം നിന്റെ കുടുംബത്തിനകത്ത് വരട്ടെ, നിന്റെ ജീവിതത്തിൽ വരട്ടെ. അത് ഉന്നതനും ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസി എന്ന് പറയുന്ന ദൈവം കർത്താവ് യേശുക്രിസ്തു മാത്രമാ. അവനൊപ്പം വെക്കാൻ ഇവിടെ ഒന്നുമില്ല, അവനൊപ്പം പറയുവാൻ ഒന്നുമില്ലെന്ന്. അല്ലെങ്കിൽ യേശുവിനോടൊപ്പം പറയുവാൻ, യേശുവിനോടൊപ്പം ചേർന്ന് നിർത്തുവാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല കേട്ടോ. യേശുക്രിസ്തു മാത്രം. ദൈവം മാത്രം. ദൈവത്തിന് മറ്റാരുടെ സഹായം വേണ്ട. നമ്മുടെ കർത്താവിന് മറ്റാരുടെ സഹായം വേണ്ട, മറ്റാരും ചേർത്ത് നിർത്തേണ്ട കാര്യമില്ല. എല്ലാത്തിന്റെ സർവാധികാരികമായ ദൈവമാണ് അവൻ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമാണ്. ആ ദൈവത്തെ നീ ആരാധിക്കണം. ആ ദൈവത്തെ നിന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, എൻ്റെ ഭർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കണം, എൻ്റെ ഭാര്യയെ പറഞ്ഞ് പഠിപ്പിക്കണം, മാതാപിതാക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം, മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. നീ ദേശത്തെ നിന്റെ സഹചാരികളോട് സഹപ്രവർത്തകരോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഉന്നതൻ ഉയർന്നിരിക്കും ശാശ്വതവാസിയും പരിശുദ്ധനുമായി ഒരുവൻ മാത്രം, അവൻ യേശു. അവനതിനെ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗമഹിമളെ വെടിഞ്ഞു വന്നവൻ. അപ്പം ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും പരിശുദ്ധനുമായ ദൈവമാണ് മിസ്രൈമിൽ ഇരുമ്പുലിയിൽ കിടന്നിരുന്ന അടിമത്തത്തിൽ കിടന്ന ജനത്തെ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിച്ചു കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നത്. രക്തം ചെയ്യും. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതല്ലേ! ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ! എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കരയേണ്ടെന്ന്, നീ സങ്കടപ്പെടണ്ട. നിന്നെ സ്നേഹിപ്പാൻ യേശുവുണ്ട്. ഈ ലോകം നിനക്ക് സ്നേഹം തന്നില്ലെങ്കിലും, ബന്ധുക്കളും സ്വന്തക്കാരും നിന്റെ ചാർച്ചക്കാരും ഒന്നും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിന്റെ ഭാര്യ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, സഹോദരിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ നിന്നെ വേറെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിപ്പാൻ യേശുവുണ്ട്. നിന്റെ ജീവിതം പറഞ്ഞ്, നിന്റെ സാഹചര്യം പറഞ്ഞ്, നിന്റെ ഭാര്യം പറഞ്ഞ്, വിദ്യാഭ്യാസം പറഞ്ഞ്, നിന്റെ സൗന്ദര്യം പറഞ്ഞ്, നിന്റെ ജാതി പറഞ്ഞ് പലരും നിന്നെ മാറ്റി നിർത്തിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ യേശു നിന്നെ മാറ്റി നിർത്തുന്നവനല്ല. അവൻ മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. നീ അവന്റെ മകനാണ്, നീ അവന്റെ മകളാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന് നീ അവകാശിയാ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിക്കാമോ? ഈ പ്രഭാതത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. ഈ പ്രഭാതത്തിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാ. കടക്കെണിയുടെ നടുവിലൂടെ നീ കടന്നു പോവുകയാണോ? ബാങ്കുകാർ നേരം വെളുക്കുമ്പോൾ ജപ്തി നോട്ടീസുമായി ജപ്തിക്ക് അധികാരികൾ കടന്നു വരുന്ന സാഹചര്യത്തിലാണോ നീ ഇരിക്കുന്നത്? കടക്കാർ രാവിലെ നിന്റെ മുറ്റത്ത് വന്ന് അസഭ്യം വിളിച്ചു പറയുന്നുള്ള ഭയത്തിന്റെ നടുവിലാണോ നീ ആയിരിക്കുന്നത്? മാരകമായ രോഗത്താൽ മനം കരങ്ങിയിരിക്കുകയാണോ നീ? എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായി കുടുംബം തകർന്ന അവസ്ഥയാണോ നിനക്ക്? അതിന്റെ നടുവിലേക്ക് യേശു ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ച് ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും പരിശുദ്ധനുമായ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്ക. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് സാഗരത്തെ വിടിവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ വിടിവിക്കുവാൻ, നിന്റെ എല്ലാ പ്രതിസന്ധി വിടിവിക്കുവാൻ ദൈവം ശക്തനാണ്.
ഹല്ലേലൂയ. ഇസ്രായേൽ 430 അടിമത്തം അനുഭവിച്ചെങ്കിൽ അവിടുന്ന് ഒരു പുറപ്പാട് ദൈവം അവർക്ക് കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, ശ്രേഷ്ഠമായൊരു പുറപ്പാട് കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, അതെ, നീ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യത്തിന്റെ കഷ്ടതയിൽ നിന്ന് ദൈവം നിന്നെ വിടിവിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ശക്തമായിട്ട് ഇടപെടുന്നു എന്ന് ആത്മാവിനോട് അവൻ സംസാരിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആമീൻ. മക്കളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ, ആമീൻ. ജീവിതം തകർന്ന അനുഭവം കടന്നു പോകുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, ആമീൻ. എല്ലാവരും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ വീർപ്പുമുട്ടുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. അത് നിന്നെ കൈവിടാതെ സൂക്ഷിപ്പാൻ യേശു നിന്റെ ചാര ഈ നിൽപ്പുണ്ട്. യേശു നിന്റെ ചാര ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. കർത്താവിന് വേണ്ടി ഇതിനെ സമർപ്പിച്ചു കൊടുത്താണ്. അപ്പൊ നമ്മുടെ കർത്താവിന് ഉന്നതനും ഉയർന്ന ശാശ്വതവാസിയുമ ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കഴുകിന് സമമായ മലയുടെ ഉച്ചിയിൽ നിങ്ങൾ ആമേൻ സ്തോത്രം കയറി, അല്ലെങ്കിൽ കയറും, അല്ലെങ്കിൽ കഴുകിന് ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ കഴുകിന് സമമായ മലയുടെ, കഴുകയുടെ ഉയർന്ന മലയിലെ കൂട് കൂട്ടുന്ന പോലെ നിങ്ങളും ഉയരങ്ങളിലേക്കായിരിക്കണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിനോടുകൂടെ എപ്പോഴും ശക്തിയായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് കാണാൻ കഴിയും. യേശു കഴുകൻ ഉന്നതമായ ഉയർന്ന മലയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളിൽ കൂടുകൂട്ടി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ആമീൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷയുടെ സാഹചര്യങ്ങളിൽ ആമീൻ പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്ത് രാത്രിയിൽ ഉയർന്ന മലയിൽ പോയിരുന്ന് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. രക്തം ചെയ്യും. അപ്പൊ നീയും അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആമീൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചാൽ, നിങ്ങൾ ലോകത്തിൽ അല്ലെങ്കിൽ ആമീൻ എന്തെല്ലാം സമ്പാദിച്ചാൽ ഇതെല്ലാം താൽക്കാലികമാണ്. നിങ്ങൾ ഈ ലോകത്തിൽ സമ്പാദിക്കുമ്പോൾ, ലോകത്ത് ജീവിക്കുമ്പോൾ അതെല്ലാം താൽക്കാലികമാണ് കേട്ടോ. ചിലർ പറയും എനിക്ക് ഈ ലോകത്തിൽ ഒരുപാട് ഉന്നതമായ ബന്ധമുണ്ട്, എനിക്ക് മന്ത്രിമാരുമായിട്ട്, MLA-മാരുമായിട്ട്, MP-മാരുമായിട്ട്, പോലീസ് അധികാരികളുമായിട്ട്, ആമീൻ പഞ്ചായത്തിന്റെ വില്ലേജിന്റെ അധികാരികളൊക്കെയുമായിട്ട് ഭയങ്കര ഉന്നതമായ ബന്ധമുണ്ടെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വിഡ്ഢിത്തരമാണ് നീ. ഹല്ലേലൂയ. നമ്മൾ പറയാറ് ഈ പമ്പര വീട്ടുകളിലൊക്കെ പറയാറില്ലേ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഭൂമിയിലെ ഉന്നതന്മാരുമായിട്ട് നിനക്ക് എത്ര ബന്ധമുണ്ടെങ്കിലും അവരാരും നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കത്തില്ല. അവരുടെ നിന്റെ സ്ഥിതി ഒന്ന് തന്നെയാണ്. മരിച്ചാൽ നരകം തന്നെയാണ്. വീണ്ടെടുക്കപ്പെടാത്തവൻ ഏവൻ മരിച്ചാലും അവന് നരകം തന്നെയാണ്. വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത, വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വരാതെ, രക്ഷിക്കപ്പെടാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കാതെ, ഹൃദയം കർത്താവിന് കൊടുക്കാതെ, ജഡത്തിലെ ആത്മാവിലെ കൺവെൻഷൻ നീക്കി വിശുദ്ധി ദൈവത്തെ ജീവിക്കാത്ത സകല ജനത്തിനും മരണാനന്തരം ഹല്ലേലൂയ നരകമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് അനവധി ഉന്നത ബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അവരാരും നിന്നെ നിത്യത്തിലെത്തിക്കത്തില്ല. ഭൂമിയിലെ ഉന്നതന്മാരോട് ചേർന്നല്ല നീ കൂട്ടുകൂടേണ്ടത്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവത്തോട് ചേർന്ന് വേണം നീ നടക്കാൻ. രക്തം ചെയ്യാം. ഇവിടുത്തെ മദ്യരൂപികളോട് ചേർന്ന്, മയക്കുമരുന്ന് രൂപികളോട് ചേർന്ന്, അശ്ലീല ജീവിതം നയിക്കുന്നവരോട്, ഇവിടുത്തെ ചീട്ടുകളിയാരോടൊപ്പം ചേർന്ന്, ഇവിടുത്തെ നല്ല നരാധന്മാരോട് ചേർന്നല്ല നീ നടക്കേണ്ടത്. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളോട് ചേർന്നല്ല നടക്കുന്നത്. ഇവിടുത്തെ വ്യഭിചാരികളോട് ചേർന്നല്ല നീ നടക്കേണ്ടത്. അശുദ്ധമായ ജീവിതം ചെയ്യുന്നവരോട് ചേർന്നല്ല നടക്കുന്നത്. തല്ലിനും വെട്ടിനും കുത്തിനും രക്തച്ചുരിച്ചിലും വർഗീയതയ്ക്കും ഇടം കൊടുക്കുന്നവരോട് ചേർന്നല്ല നീ നടക്കുന്നത്. നീ നടക്കേണ്ടത് ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയുമായി ദൈവത്തോട് ചേർന്ന് നടക്കണം. അതുകൊണ്ട് ഭൂമിയിലുള്ള ഉന്നതന്മാരോടൊപ്പം നീ ചേർന്ന് നടന്നാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം കത്തുന്ന തീപ്പൊയിൽ നിത്യമായ നരകത്തിൽ നീ ചെന്ന് പതിക്കും. അവിടെ നിന്നെ വിടിപ്പിച്ചു കൊണ്ടുവരാൻ ഭൂമിയിൽ ഒരു ഉന്നതനും കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നീ ജീവനോടെ ഇരിക്കുമ്പോൾ പ്രവാചകൻ നീ ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞത്, ഉന്നതനും ഉയർന്നിരിക്കുന്നതും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവൻ. ഹല്ലേലൂയ. നാമമുള്ളവൻ. ഹല്ലേലൂയ. സ്തോത്രം. നാമമുള്ളവൻ അല്ലെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനും വായി വസിക്കുന്നു. താഴ്മയുടെ മനസ്സിനും മനസ്താപമുള്ള ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവും മനോവിഷയമുള്ളവരോട് കൂടെയും വസിക്കുന്നു പറഞ്ഞത്.
ഇതാ നിന്നോട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ശ്രോതാവേ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷമാ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ കരുതലാ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ സ്നേഹത്തിന്റെ വാക്കുകളാ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ നിത്യതയെക്കുറിച്ചാ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ പാപ പരിഹാരത്തിന് വഴിയാ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വചനങ്ങളാ. ഇത് പണമുണ്ടാക്കലല്ല. ഹല്ലേലൂയ. നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചു പറയുന്നതാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ള ഉന്നതന്മാരുമായിട്ടൊന്ന് ബന്ധം ചേർന്ന് നടന്ന് നിന്റെ ജീവിതത്തിന്റെ അവസാനം നീയും അവനും കൂടെ നരകത്തിൽ ചെല്ലരുത്. അവിടെ മാനസാന്തരപ്പെടണം കേട്ടോ. ചിലവർ എനിക്ക് ആ അച്ഛനുമായിട്ട് ഭയങ്കര ബന്ധമാണേ, അമ്മാമയായിട്ട് ഭയങ്കര ബന്ധമാ. അച്ഛനുമായിട്ടും അമ്മാമയായിട്ടൊക്കെ ബന്ധം നീ പുലർത്തിയാൽ അതെല്ലാം 6 അടി മണ്ണുകൊണ്ട് തീരുന്നതാണ്. 6 അടി മണ്ണുകൊണ്ട് തീരുന്ന ഉന്നതമായ ബന്ധം മാത്രമേ നിനക്ക് ഈ ഭൂമിയിലുള്ളൂ. എന്നാൽ 6 അടി മണ്ണിൽ ഒതുങ്ങാത്ത ഉന്നതമായൊരു ബന്ധം നീ സ്ഥാപിക്കണം. അത് യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നീ എന്ന് യേശുവിനോട് നിന്റെ ഹൃദയം കൊടുക്കുവോ അന്ന് നീ അനുഗ്രഹിക്കപ്പെടും. നിന്നെ പാപവും ശാപവും കൊണ്ടല്ല നിന്റെ കുടുംബത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. മുള്ളും പറക്കായ നിന്റെ കുടുംബത്തിനകത്ത് മാറാതെ കിടക്കുക. മാരകമായ വ്യാധികൾ, മാരകമായ രോഗങ്ങൾ ഒന്ന് മാറുമ്പോൾ ഒന്ന് ഇങ്ങനെ നിന്റെ കുടുംബത്തെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിന് മോചനം പ്രാപിക്കാൻ വേണ്ടി നീ മലകൾ കയറി ഇറങ്ങിയാലും തീർത്ഥാടനങ്ങൾ ചെയ്താലും നൽകിയാൽ എന്തെല്ലാം നീ ചെയ്താലും ദാനധർമ്മം ചെയ്താലും എന്തെല്ലാം നേർച്ച കാഴ്ചകളിൽ നടത്തിയാലും പാപപരിഹാരം വരുത്തുവാൻ യേശുവിന്റെ അരികിലേക്ക് വരാത്തിടത്തോളം കാലം നീ ചെയ്തതെല്ലാം വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിന്റെ സ്വന്തം മകനായി മകളെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിന്റെ കവാടം നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ഹല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ദൈവം നിനക്ക് തരും. രക്തജയം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മദ്യപാനിയാണെങ്കിൽ നീ അതിന് മോചനം പ്രാപിക്കണം. നീ അധ്വാനിക്കുന്ന പൈസ നീ മദ്യ ഷാപ്പുകളിലും ബീവറേജിലും ബാറുകളിൽ കൊണ്ട് കൊടുത്ത് അവർ പുളച്ച് മതിച്ച് ജീവിക്കുന്ന ഭാഷാന്യ പശുക്കളെ പോലെ അവരെ നീ വളർത്തരുത്. അവരുടെ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തി അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും ഒക്കെ ഗൾഫിലും ഒക്കെ നല്ല ജോലി, അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ അവർ വിവിധ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും ഒക്കെ ആയി MBBS ഡോക്ടർമാരായി ജീവിക്കുമ്പോൾ നീ അധ്വാനിച്ച പണം കൊണ്ടാണ് അവരുടെ മക്കൾ അത്രയും വലിയ നിലയിലെത്തിയത്. നീ അധ്വാനിച്ച പണം കൊടുത്താണ് അവരെ ആ നിലയിലെത്തിയത്. നിന്റെ മക്കൾ എവിടാ? നിന്റെ മക്കളും നിന്റെ കുടുംബം ഇവിടെ കിടക്കും. ഇന്നും നീ ആ പഴയ അനുഭവത്തിലല്ലേ കിടക്കുന്നത്. നീ അധ്വാനിച്ചത് മുഴുവൻ കൊടുത്ത് നീ പോറ്റി പുലർത്തിയത് ഇവിടുത്തെ അല്ലെങ്കിൽ മദ്യപാനികളെ, മദ്യരൂപികളെ, മയക്കുമരുന്ന് രൂപികളെയാണ്. നീ ഉണ്ടാക്കുന്ന പണം നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കണം. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ജീവിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം. മാതാപിതാക്കൾ മക്കൾക്കായി ജീവിക്കണം. ലോകക്കാർക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത്. നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുവന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ നിന്റെ അധ്വാന ഫലം ഈ ലോകത്തിലെ നായ്ക്കൾ തിന്നരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. നീ മദ്യപാനിയാണ്, നീ അത് വിടുവിക്കണം കേട്ടോ. നീ മയക്കുമരുന്ന് അടിമയാണ്, നീ വിടുവിക്കപ്പെടണം. എന്നറിയാം, MDMA എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ മേടിച്ച് തിന്ന് ഞൊടഞ്ഞ് രുചിച്ച് സുബോധം നഷ്ടപ്പെടുന്ന തലമുറയുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാതെ പോകുന്നത്? നിന്റെ തലമുറ നിന്നെ ബഹുമാനിക്കാതെ പോകുന്നത്? അവർ ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു. അവർ കൂട്ടുകെട്ടുകൾ പുറത്ത് കൂടുവാൻ തുടങ്ങി, മൊബൈലിൽ കൂടെ ചാറ്റിങ് തുടങ്ങി, അവർക്ക് ഇഷ്ടമായ കൂട്ടുകെട്ട് വരാൻ തുടങ്ങി, അവർ കൊണ്ടുവന്ന് മയക്കുമരുന്നുകൾ കൊടുക്കുവാൻ തുടങ്ങി. നിന്റെ മക്കൾ രുചിച്ച് സുബോധം കെട്ടപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് അവർ മ്ലേച്ഛതയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥന നിന്നുപോയി, ആരാധന ദൈവസ്നേഹം നിന്നുപോയി. ഈ മൊബൈലിലെടുത്ത് നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോണ്ടി നിന്റെ കുടുംബത്തിനകത്തെ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുത്തി നിന്റെ കുടുംബത്തിനകത്ത് പിശാചാണ് പ്രവർത്തിക്കുന്നത്.
പിശാച് രാവിലെ മൊബൈൽ എടുത്ത് കാണിച്ചു തരും. പിശാച് രാവിലെ എഴുന്നേറ്റ് മൊബൈൽ എടുത്ത് കാണിച്ചു തന്നിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണിച്ചിരുന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അനുഭൂതി, അശ്ലീലമായ ചിന്തകളും പരസ്യങ്ങളും പടകളും സിനിമകളും സീരിയലുകളും റിയാലിറ്റി ഷോകളും കോമാളി വേഷങ്ങളൊക്കെ കൊണ്ടെത്തുന്ന അതിനകത്ത് അശ്ലീലമായ വാക്കുകൾ, അസഭ്യ വാക്കുകൾ ചൊരിയുന്നതിൻ്റെ ഹൃദയത്തിലേക്ക് തരുമ്പോൾ നീ അത് കേട്ട് സന്തോഷിക്കും. പൊട്ടനിരുന്ന് ചിരിക്കുന്ന പോലെ ചിരിക്കുക നീ. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാവി, സീരിയലിനകത്തെ, കോമഡിക്കകത്തെ, സിനിമയിലേക്ക് അശ്ലീലമായ ചിന്തകളും അശ്ലീല വാക്കുകളും തെറി വാക്കുകളും കേട്ടിട്ട്, അശുദ്ധമായ വാക്കുകൾ കേട്ടിട്ട് നീ നിന്റെ മക്കളും ടിവിയുടെ മുമ്പിൽ, മൊബൈലിന് മുമ്പിൽ നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മുഴു ഭ്രാന്തെന്ന് വേണം പറയാൻ. കോമാളികൾ കാണിക്കുന്ന കോമാളി വേഷം കണ്ടതിന് മുമ്പിൽ നീ പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭ്രാന്തനെന്നല്ലാതെ വേറെ എന്താ വിളിക്കേണ്ടത്? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥന അന്തരീക്ഷം കൊണ്ടുപോവുക. യേശുവിനെ കുറിച്ച് നിന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. യേശുവിനെ കുറിച്ച് നീ പഠിക്കുക. ദൈവത്തിന്റെ വചനം വായിച്ച് യേശു നിനക്ക് തന്നിരിക്കുന്ന നിത്യജീവനെ കുറിച്ച്, നിത്യമായ രക്ഷയെക്കുറിച്ച്, നിത്യമായ സന്തോഷത്തെക്കുറിച്ച്, യേശു നിനക്ക് തന്നെ പാപമോചനത്തെക്കുറിച്ച് നീ ശരിക്ക് പഠിച്ച് നീ കർത്താവിൽ സന്തോഷിക്കണം. അല്ലാതെ അശ്ലീലം കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുവാനും കൈയടിക്കുവാനും നെഗളിക്കുവാനും അല്ല ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. ഇത്ര നെറികെട്ട ജീവിതം. പ്രൈസലോ. അല്ലേലിയ. നിങ്ങളിൽ പറയുമ്പോൾ ഞാൻ ഈ ടി വി ഒന്നും കാണാത്ത ആളാണ് കേട്ടോ. എനിക്ക് സിനിമയും കോമഡി സീരിയലൊന്നും ഇഷ്ടമില്ല. വർഷങ്ങൾക്ക് മുമ്പ് കാണുമായിരുന്നു. ഒരു 10-40 വർഷം മുമ്പൊക്കെ അല്ലേലിയ സിനിമയൊക്കെ കാണുമായിരുന്നു. അല്ലേലിയ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങാതിരുന്ന സിനിമ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറും കോമാളിത്തരമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതൊക്കെ അന്നേ വലിച്ചെറിഞ്ഞതാ. പ്രൈസലോ. മൊബൈലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കും. എൻ്റെ ആവശ്യത്തിന് മൊബൈൽ ഉപയോഗിക്കും. എൻ്റെ ആവശ്യത്തിന് എനിക്ക് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള എൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് ഞാൻ എൻ്റെ മൊബൈലൊക്കെ ഉപയോഗിക്കും. ഹല്ലേലൂയ. സ്വതന്ത്രം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നിൽ പേർ എൻ്റെ മൊബൈൽ എടുത്തു. ഞാൻ എൻ്റെ മൊബൈൽ എപ്പോഴും വീട്ടിലൊക്കെ മെസ്സിലൊക്കെ വെക്കുക. അങ്ങനെ ആരും എടുക്കരുത്, തുടരുന്നുള്ളതൊന്നുമില്ല. അപ്പൊ എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ശബ്ദങ്ങൾ മാറി വന്നപ്പോൾ എനിക്കൊരു സംശയം. അപ്പൊ എൻ്റെ സുഹൃത്താണ് അവരെടുത്ത് മൊബൈൽ എടുത്ത് അതിനകത്ത് അവൻ്റെ ഇഷ്ടമുള്ളതാണ് കാണുന്നത്. അവർക്കിഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, നീ എൻ്റെ മൊബൈൽ എടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് കാണരുത്. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിനകത്ത് അത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അല്ലേ, നിന്റെ മൊബൈലിനകത്ത് നീ അശ്ലീലമായതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അല്ലേ, അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. കഴുകൻ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ വഹിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ടെന്ന്. ആ ദൈവത്തെ ഇസ്രായേലിനെ മറന്നുപോയെങ്കിൽ നീ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭ പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ നടുവിൽ നീ ആയിരുന്നു നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന യേശുവിനെ നീ ഇസ്രായേലിനെ മറന്നുപോയതുപോലെ മറന്നുപോകാതെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് അശ്ലീലമായ ശബ്ദങ്ങൾ, അശ്ലീലമായ സാഹചര്യങ്ങൾ വരരുത്. അല്ലേലിയ. ഇന്നത്തെ കണ്ടിലെ കുട്ടികൾ തെറ്റായ കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, പ്രേമങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. ഇറങ്ങിപ്പോവുക, ഓടിപ്പോവുക, മറ്റുള്ള വാക്കുകൾക്ക് വിധേയപ്പെടുക, സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെടുക. അല്ലേലിയ. മാതാപിതാക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ പോകുന്ന യുവതലമുറയുടെയും പറയട്ടെ, നിന്റെ അവസാനം നിത്യ നരകമായിരിക്കും. അപ്പനെ അമ്മയെ അനുസരിക്കാത്ത മക്കളുടെ കണ്ണിന് തോട്ടിരിക്കത്തെ കാക്ക കുത്തിപ്പറിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ നീ മാതാപിതാക്കളെ അനുസരിക്കാതെ പോയാൽ, സ്തോത്രം, നിന്റെ ജീവിത അധോഗതി തന്നെയാണ്. മാനസാന്തരം തുടങ്ങിയ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഭവനത്തെ അശുദ്ധമാക്കുന്ന സകല അശുദ്ധമായി എടുത്ത് നീക്കിക്കളയണം. പ്രൈസലോ. തിരുവചനം വായിച്ചു പഠിക്കുക. രാവിലെ പ്രഭാതത്തിനെടുത്ത് വീട്ടിനകത്ത് പ്രാർത്ഥന, ആരാധന, സ്തുതി, സ്തോത്രങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരട്ടെ. പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്നെ കേൾക്കുന്ന യുവതലമുറ, യേശു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. നിന്റെ ജീവിതത്തിൽ മുഖ്യ പ്രധാന സ്ഥാനം യേശു കൊടുക്കട്ടെ. ഏറ്റവും കൂടിയ ഉന്നതമായ ബന്ധം നീ യേശുവുമായിട്ടായിരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം, ദൈവവചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. രക്തം ചെയ്യും.
ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എത്ര ഉന്നതന്മാർ സ്വന്തക്കാരുണ്ടായിരുന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, അതെല്ലാം ഭൂമി കൊണ്ട് അവസാനിക്കും. എന്നാൽ പിതാവിനോട് ചേർന്ന് നീ ഉന്നതമായി ബന്ധം പുലർത്തണം എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, സ്തോത്രം. യേശു എപ്പോഴും പിതാവിനോട് ഐക്യത പുലർത്തിയതുപോലെ നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ഐക്യത പുലർത്തണം. ഹല്ലേലൂയ. പക്ഷികൾക്ക് 2 ചിറകുകൾ ദൈവം കൊടുത്തു പറക്കുന്നുയരാൻ വേണ്ടി. നിങ്ങൾ ഒറ്റച്ചിറകുള്ള പക്ഷിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒറ്റച്ചിറകുള്ള പക്ഷിയില്ല. ചിറകോടുകൂടി ഒരു പക്ഷിക്കും പറന്നു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്തു? 2 ചിറകുകൾ കൊടുത്തു. ഹല്ലേലൂയ. കഴുകന് 2 ചിറകുകൾ കൊടുത്ത ദൈവം എന്താണ്? കഴുകൻ തന്റെ 2 ചിറകുകൾ കൊണ്ട് പറന്നുയർന്ന വലിയ പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മരത്തിന്റെ ഉച്ചിയിൽ കൊണ്ട് കൂടുകൊട്ടും പറന്നുയരുകയാ എന്ന് പറഞ്ഞതുപോലെ ദൈവം നിനക്ക് 2 ചിറകുകൾ തന്നു. പക്ഷികൾക്ക് 2 ചിറക് കൊടുത്തപോലെ ദൈവം നമുക്ക് 2 ചിറകുകൾ തന്നു. എന്താണ് ദൈവം നമുക്ക് തന്ന ചിറകുകൾ? ദൈവം നമുക്ക് തന്ന ചിറകുകളാണ് സ്തുതികളും സ്തോത്രങ്ങളും. ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. സ്തുതിയും സ്തോത്രമായി നീ ദൈവത്തിന് പറന്നുയരണം. ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ആത്മാവിൽ നീ ഉന്നതങ്ങളിലേക്ക് ഉയരണം. ആത്മാവിൽ നീ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എത്തണം. അതേ സ്തുതി സ്തോത്രങ്ങളാൽ നിറയപ്പെട്ട ജീവിതമാകട്ടെ നിന്റെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. പക്ഷികൾ 2 ചിറകടിച്ചു പറന്നുയരുന്ന പോലെ സ്തുതി സ്തോത്രങ്ങളാൽ നീ സ്തുതിച്ച് ദൈവസനയില് നീ ഉയർച്ച പ്രാപിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ശത്രു സൈന്യത്തെ നീ തോൽപ്പിക്കണം. എന്റെ കുടുംബത്തെ തകർക്കാൻ വരുന്ന ശത്രു സൈന്യത്തെ നീ തോൽപ്പിക്കണമെന്ന് ദൈവത്തിന് വചനം പറയും. അതുകൊണ്ടാണ് നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകമൊക്കെ വായിക്കും. 5-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുന്നു. ഒരു സംസ്ഥാനത്ത് ദൈവത്തിനെ പീഡിപ്പിക്കുന്നു, നീതിന്യായം എടുത്തു കളയുന്നു കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്ന നീതിയായി എടുത്തു കാണുമ്പോൾ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്കും ഇത് അത്യുന്നതൻ ജാഗരിക്കുന്നത് കൊണ്ട് എപ്പോഴും ബന്ധം അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമായിട്ടായിരിക്കണം. രക്തം ചെയ്യും. അതെ, ഭൂമിയിലെ ചെറിയ ചെറിയ പീഡകളും ഉപദ്രവങ്ങളും ഒക്കെ കണ്ട് നീ തകർന്നു പോകണ്ട. നിനക്ക് വേണ്ടിയിട്ട് യേശുവുണ്ട്. മനുഷ്യന്റെ ജീവിതം ഒരു മല പോലെയാണ്. മനുഷ്യന്റെ ജീവിതം ഒരു മലയ്ക്കൊത്തതാണ്. മനുഷ്യന്റെ ജീവിതം ഒരു മല പോലെയാണ്. ഹല്ലേലൂയ. മലയ്ക്ക് അടിവാരമുണ്ട്, ശിഖരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മലയുടെ അടിവാരം പോലെ മനുഷ്യന്റെ കുടുംബ ജീവിതത്തിനകത്തും പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ ജീവിതം ഒരു മല പോലെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എല്ലാവരും പറയലേ, എന്തുകൊണ്ട് സഹോദര വിശേഷം, എന്തുകൊണ്ട് സഹോദരി വിശേഷം, എന്തുകൊണ്ട് പാസ വിശേഷം എന്നൊക്കെ പറയും. എന്റെ പാസേ മല പോലെയുള്ള പ്രശ്നങ്ങളാണ്. എന്റെ അമ്മാമേ മല പോലെയുള്ള പ്രശ്നം. എന്റെ പാസയെ തിരിഞ്ഞു നിൽക്കാൻ പറ്റാതെ നിവർന്നു നിൽക്കാൻ മല പോലെ പ്രശ്നം. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്. നമ്മൾ പറയുന്ന വാക്കാ മല പോലെയുള്ള പ്രശ്നങ്ങളാണ്. അതെ, മനുഷ്യന്റെ ജീവിതം ഇത് മല പോലെ വിഷയങ്ങളാൽ അറിയപ്പെട്ടതാണ്. മലയ്ക്ക് അടിവാരമുണ്ട്, ശിഖരങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിനകത്തും വലിയ വലിയ കുടുംബത്തിനകത്തും കുടുംബ ജീവിതത്തിനകത്തും വലിയ വലിയ കുഴപ്പങ്ങൾ, ഭാര്യമർത്ഥ ജീവിതത്തിൽ, അപ്പനമ്മ ബന്ധങ്ങളിൽ, അമ്മായിയമ്മ മരുമോൾ, അല്ലെങ്കിൽ മക്കൾ, കൊച്ചുമക്കൾ തമ്മിൽ, ബന്ധുക്കൾ, സഹോദര അയൽവാസികൾ തമ്മിൽ വലിയ വലിയ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ വലിയ വലിയ കുഴപ്പങ്ങൾ, പോരാട്ടങ്ങൾ, കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം മല പോലെയുള്ള പ്രശ്നം നമുക്കുണ്ടെന്നേ. മല പോലെയുള്ള പ്രശ്നം നിനക്കുണ്ടെങ്കിലും ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും പരിശുദ്ധനുമായവരുമായിട്ടാണ് നിനക്ക് ബന്ധമെങ്കിൽ നിന്റെ ജീവിതത്തെ മല പോലെയുള്ള പ്രശ്നത്തെ ദൈവം ഉരുക്കിക്കളയും. മഞ്ഞുരുക്കുന്ന പോലെ ഉരുക്കിക്കളയും. പ്രൈസോ. അതെ, ഇന്ന് പകൽ ആരെങ്കിലും മല പോലെയുള്ള പ്രശ്നത്താൽ മനംനൊന്തിരിക്കുകയാണെങ്കിൽ മഞ്ഞുരുക്കി കളയുന്ന പോലെ ഉരുക്കിക്കളയാൻ ശക്തനാണ് ദൈവം. ഉന്നതങ്ങളിൽ വസിക്കുന്ന യേശുവിനോടൊപ്പം നീ ചേർന്ന് വസിക്കുന്നെങ്കിൽ
രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിക്ക് മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവിതം പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു. പ്രാർത്ഥന അനുഭവത്തിൽ യേശു എപ്പോഴും പിതാവിനോട് ചേർന്നിരുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ജീവിതം എപ്പോഴും പ്രാർത്ഥനയുള്ള ബന്ധത്തിലായിരിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ശാന്തി, സമാധാനവും ആശ്വാസവും ഉണ്ടാകും. നിങ്ങൾ ഉണരുവാൻ സാധിക്കും. അവിടെ മനോഹരമായ മേഘങ്ങൾ വന്നിറങ്ങുവാൻ തുടങ്ങും. മനോഹരമായ മേഘങ്ങൾ വന്നിറങ്ങും. തേജസ്സേറിയ സൂര്യന്റെ വെളിച്ചം അവിടെ പ്രകാശിക്കും. പക്ഷികളെ രാജ്ഞിയായ കഴുക് വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് സമമായി കാണിക്കുകയാണ്. നിങ്ങൾ ലോകത്ത് ജീവിച്ചാലും ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മാവ് ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തോട് ചേർന്നായിരിക്കണം. അപ്പൊ നീ പ്രാർത്ഥിക്കുവാൻ മാറിയിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ നീ ദൈവത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ മേഘങ്ങൾ നിന്റെ മേൽ വന്നിറങ്ങും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഉണ്ടെന്നേ. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 24-ാം അധ്യായം 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്ക, ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടെന്ന് ഞാൻ എഴുതിയ ന്യായപ്രമാണം കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവ എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പിൻ. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവർ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറി പോയി. മേഘം പർവ്വതത്തെ മൂടി. അതെ, മോശ പർവ്വതത്തിൽ ഒരു മേഘം വന്നവനെ മൂടി. ഹല്ലേലൂയ. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ച് മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു എന്ന് കാണാൻ കഴിയുന്നത്. അത് പ്രാർത്ഥനയിലേക്ക് ഇത് വരുമ്പോൾ ദൈവ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരും. നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുമ്പോൾ, ആരാധനയിലേക്ക് മടങ്ങി വരുമ്പോൾ, പർവ്വതത്തിൽ മോശയുടെ മേൽ മേഘം ഇറങ്ങി വന്നതുപോലെ നിന്റെ പ്രാർത്ഥനത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പണ്ഡിതൻ വായിച്ചതാണ്, ഒരു ഭക്തന്റെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ട് അതിലെ പോയൊരു നോക്കിയപ്പം ആ ഭവനം അഗ്നിയാൽ നിറയപ്പെട്ടതോട് തോന്നി. കാരണം ദൈവ തേജസ് ഇറങ്ങിയതാണ്. അത് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. അശുദ്ധമായതിനെല്ലാം ദൈവം കരിച്ചു കളയും. അത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കലങ്ങിയ ഹൃദയത്തോട് കടയാണോ? ഇന്ന് പകൽ യേശുവിന്റെ വിട്ടുകൊടുക്ക്. വായിച്ച വചനം എന്താണ്? ഞാൻ മിസ്രയീമിനോട് ചെയ്തു നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അതേ, മിസ്രയീമിലായ നിസ്രാജനത്തെ മടക്കിക്കൊണ്ടുവന്ന ദൈവം. അതേ, പുതിയ നിയമസഭയുടെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും ബന്ധനത്തിനും കടന്ന് സമാധാനമില്ലാതെ നിന്റെ ജീവിതം കെട്ടപ്പെട്ട് കിടന്നപ്പോൾ നിന്നെ വിടുവിച്ചുകൊണ്ട് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് ക്രൂശിലെ മരണത്തിലൂടെ നിനക്ക് മോചനം തന്ന ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും പരിശുദ്ധനുമായിരിക്കുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് എന്റെ ജീവിതം വിട്ടുകൊടുക്കുന്നെങ്കിൽ എന്റെ കടങ്ങൾ മാറും, ബാധ്യതകൾ മാറും, ശാപങ്ങൾ മാറും, രോഗങ്ങൾ മാറും, മഹാവ്യാധികൾ മാറും, നിന്ദകൾ മാറും, അപമാനങ്ങൾ മാറും. എന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദരി, നീ കരയണ്ട, സഹോദരൻ കരയണ്ട. ദൈവം നിനക്ക് വേണ്ടി ഇന്നലെ അത്ഭുതം ചെയ്യും. എന്നോടൊപ്പം ചേർന്ന് പറയാമോ? യേശു ലോകൻ എന്റെ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളായി 143 കോടി എണ്ണത്തിൽപ്പെടാത്തവരെയും അല്ലെങ്കിൽ കർത്താവ് ലോകരാജ്യം 7 ഭൂഖണ്ഡങ്ങൾക്കായി അല്ലെങ്കിൽ കർത്താവ് 800 കോടിയിലധികം ജനത്തിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് എണ്ണത്തിൽപ്പെടാൻ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി, ട്രൈബൽ മേഖലയിൽ സകല ജനത്തെയും, അധികാരികളെ കർത്താവ്, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കക്കുന്ന BCRPന്റെ സൈന്യത്തിനായി, പോലീസിന്റെ സെക്ഷനിൽ ക്രമസമാധാന പാൽ നിയമ നിർമ്മാണ രഹസ്യങ്ങൾ, ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി സകലമില്ല പൊതുമേഖല, ആരോഗ്യ, സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സ്ഥാന ജീവനക്കാരെയും സകല ജീവനക്കാരെയും കർത്താവ് ഈ കരയിലും കടലും ആകാശമാണ് വാഹനത്തിൽ സെയിൽസ് ചെയ്യുന്നവർ, കാമിക്കടനായി സ്തോത്രം, കൺസ്ട്രക്ഷൻ വെക്കാൻ, മോട്ടോർ രംഗത്ത് എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സുമാരെയും, കടലോര മാസ്ക് തീരദേശം മത്സ്യം ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ,
അറിയോ എല്ലാവരും വ്യാപാരി വ്യവസായ വഴിമുറ കച്ചവടക്കാരെ ക്ഷീരമേലും കാർഷിക മേഖലയും കരികളും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പാടത്തും പറമ്പിലും കൂടിയിൽ കർത്താവി വിവിധ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾ അല്ലേടിയ മാരകവ്യാധിയാൽ മദ്യത്തിൽ മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന പാപശാപ രോഗ ആവിചാര മന്ത്ര പൂർവ്വ സൂത്രശക്തികൾ ജീവിതം തകർന്നു കിടക്കുന്ന അനവധി ജീവിതങ്ങൾ മണ്ണാസിലേക്ക് വാർത്തക സഹജമായി ഭാരപ്പെടുന്നവർ ശൈശവത്തിൽ ഭാര്യ കൗമാരി യുവനത്തിൽ വാർത്തവൃത്ത അച്ഛന യാചകർ ഓർഫനേജ് തടവണയിൽ കിടക്കുന്നവർ ഇത് ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടത്താൻ കോടതിയിലായിരിക്കുന്ന ജയിലിൽ കിടക്കുന്നവർ എല്ലാവരും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ മദ്യത്തിന് മയക്കും വൻചരികയും കുടുംബജീവിത ജന്യപരമായി കടക്കണിയാൽ ഫാനോട് ജത്തിനൊക്കെ നേരിടുന്നവർ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സൗരന്മാർ അല്ലെങ്കിൽ സ്തോത്രം ആമി തലമുറയിൽ ആ ഭാരപ്പെടുന്നവർ ലക്ഷക്കണക്കിന് കേസുകൾ കുടുംബ കേസുകൾ കോടതിയിൽ വിവാഹമോചനം കെട്ടിക്കിടക്കുമ്പോൾ അതെല്ലാം തന്നെ ദൈവം പ്രവർത്തിച്ചാൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കേരളത്തിന് വിദേശ രാജ്യങ്ങൾക്കായി ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളായിരിക്കുന്ന എല്ലാവരെയും വിദേശ രാജ്യം പഠിക്കാൻ കടന്നു ജോലിക്ക് കടന്നു പോയിരിക്കുന്നവർ കഷ്ടം നോമ്പരപ്പെടും ഭാരം വിദേശത്തെ പീഡ അനുഭവിക്കുക വിസനഷ്ട വിസമ്പതിക്കേട്ട് ഭാരപ്പെടും വിദേശ ജയിലിൽ കിടക്കുന്നവർ ക്രിമിനൽ സഹപ്പെട്ട് കിടക്കുന്നവർ ലഹരിക്കടിപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേദിസിനെ കടന്നുപോയി ദൈവദാസ സുവിശേഷമായി ജയിൽ കിടക്കുന്ന സൗരന്മാർക്ക് എല്ലാവരും വിടുതലും വചനം കൊടുക്കണമേ. അല്ലേലൂയ കർത്താവേ, മദ്യത്തിൽ മയക്കില്ല ലഹരിക്ക് അടിപ്പെട്ട് പോകാതെ ചില മടങ്ങുകളുടെ കുടുംബം യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ പാപത്തും ജനം വിടിവിക്കപ്പെടണം, എല്ലാ ശാപത്തും ജനം വിടിവിക്കപ്പെടട്ടെ. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ വിടിവിക്കണം, തലമുറയെ വിടിവിക്കണമേ. സകലത്തെ നീതി വെളിപ്പെടുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.